പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടി കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ മക്കളായി ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ പ്രാർത്ഥനയില് മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ഈ ജൂലൈ മാസത്തിന്റെ അവസാന ദിനത്തില്, രക്തത്തിന്റെ വണക്കത്തിന്റെ ഈ മാസത്തില് അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ കൃപകള് സ്വീകരിക്കാൻ അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്ത ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവരുടെ കുടുംബങ്ങളെ, മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ തന്നെ കർത്താവെ, ഈ ശുശ്രൂഷ അനേക മക്കളിലേക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന മക്കള്, ഓരോ ദിവസവും ഈ ശുശ്രൂഷ അനേക മക്കളിലേക്ക് ഷെയർ ചെയ്യുന്ന മക്കള്, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മക്കള്, അനേക മക്കളെ പരിചയപ്പെടുത്തുന്ന മക്കള്, ഈ ശുശ്രൂഷ കർത്താവ് ഏറ്റെടുക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ധ്യാനത്തിൽ സംബന്ധിക്കുന്ന മക്കള്, ഇവിടെ വന്ന് നിത്യാരാധന പ്രാർത്ഥിക്കുന്ന മക്കള്, ഈ ആലയത്തിലെ പ്രാർത്ഥനകൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി വിളിക്കുന്ന മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടുത്ത് വലിയ കൃപയാലും അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വേദനകളിൽ ഇടപെടണമേ. തടസ്സങ്ങളെ മാറ്റണമേ. പൈശാചിക പീഡകള്, അന്ധകാര ശക്തികള് നിർവീര്യമാക്കി അങ്ങയുടെ വലിയ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനിയും കർത്താവെ, അനേക ആയിരങ്ങളെ, അനേക ലക്ഷക്കണക്കിന് മക്കളെ ശുശ്രൂഷയിലേക്ക് അങ്ങ് കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് വലിയൊരു പങ്കാളിത്തം ഈ മക്കൾക്ക് ലഭിക്കട്ടെ. അഭിഷേകത്തില് ഈ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ശുശ്രൂഷ അതിശക്തമായിട്ട് മുന്നോട്ട് കർത്താവ് നയിക്കണം. ജൂലൈ മാസത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27-ാം തീയതിയാണ് മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, മോണിക്ക പ്രയർ, നമ്മൾ ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് ഈ ഒരു വർഷം മുഴുവനും നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇതുപോലെ പോകാൻ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ വലിയൊരു അത്ഭുതം ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഇത്രയും 11 മാസം കഴിഞ്ഞു. എന്റെ മക്കളെ, ഒരു തടസ്സമില്ലാണ്ട് എന്തുമാത്രം ക്ഷീണവും ധ്യാനങ്ങളും കൺവെൻഷനുകളും ശബ്ദമടപ്പും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കർത്താവ് ഇന്ന് വലിയൊരു സമൂഹമാക്കി നമ്മളെ കൂട്ടിച്ചേർത്തത് സത്യമായും ഇത് സ്വർഗത്തിന്റെ മനസ്സാണ്. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയ വലിയൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ ഇതിനി മുടങ്ങാതെ മരണം വരെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വലിയൊരു ആഗ്രഹം അച്ഛനുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഇനിയും അനേക ആയിരങ്ങൾ കടന്നു വരണം. ഞാൻ പറഞ്ഞില്ലേ, തിന്മയുടെ പോരാട്ടം, ആത്മീയമായ പോരാട്ടം നടക്കുമ്പോ ആത്മീയമായി തന്നെ അതിനെ നേരിട്ട് ശക്തിയോടെ എതിരിട്ട് പരാജയപ്പെടുത്താൻ നമുക്ക് പറ്റണം. ഈ ജൂലൈ മാസത്തിൽ തന്നെയാണ് നമ്മുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ ആരംഭിച്ച യഹോവ ക്ഷമ നമ്മുടെ വാഹനം യാത്രയൊക്കെ ആരംഭിച്ചത്. ഒത്തിരി അഭിഷേകത്തോടെ ആ ശുശ്രൂഷയും മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകണം. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ, നിങ്ങളൊക്കെ അച്ഛന്റെ ടീം അംഗങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന്, അച്ഛന്റെ അല്ല, കർത്താവിന്റെ ടീം അംഗങ്ങളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, തിരുരക്തത്തിന്റെ ജപമാല. നിങ്ങളുടെ ഏത് നിയോഗമുണ്ടോ, ഏത് പ്രാർത്ഥന വിഷയമുണ്ടോ, ഏത് പൈശാചിക പീഡയുണ്ടോ, തിരുരക്തത്തിന്റെ ജപമാല ഈ ജൂലൈ മാസത്തില് കർത്താവ് നമുക്ക് നൽകിയ വലിയ ഒരു ആയുധമാണ്. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലില് ദൈവം നമുക്ക് നൽകിയ തിരുരക്ത ജപമാല നിങ്ങളോടൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യാണ്. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കണം. നിങ്ങൾ വീട്ടിൽ ഇല്ലേലും വച്ചിട്ട് പൊക്കോ. ആ പ്രാർത്ഥന, ആ തിരുരക്തത്തെ വിളിച്ചുള്ള പ്രാർത്ഥന ആ കുടുംബത്തിൽ അലയടിക്കട്ടെ. ശബ്ദമായി പ്രാർത്ഥനയായിട്ട് അവിടെ നിറയട്ടെ. ഞാൻ എന്റെ മുറിയിൽ എല്ലാ ദിവസവും ഈ തിരുരക്ത ജപമാല വെച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് വയ്ക്കാനൊക്കെ പോകുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ട് ആരാധന ചാപ്പലിൽ പോകും, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് പോകും. പ്രിയപ്പെട്ട മക്കളെ, അതിന്റെ വലിയ ശക്തി അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്.
അത് നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരുരക്ത ജപമാല നിങ്ങൾ അനേകർക്ക് പറഞ്ഞു കൊടുക്കണം. വയ്ക്കാൻ പറ, വണ്ടിയിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ വച്ച് കേൾക്കാൻ പറ, അല്ലെങ്കിൽ വെറുതെ വിട്ടി വയ്ക്കാൻ പറ. ശബ്ദത്തിനും പ്രാർത്ഥനയ്ക്കും വലിയൊരു അരൂപിയുടെ സാന്നിധ്യമുണ്ട് മക്കളെ. എന്തിനാണ് പറയുന്നത്? ആ പറഞ്ഞതിന്റെ ശക്തി അവിടെ പ്രകടമാക്കും. ഈശോയുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്നും ദൈവജ്ഞാനത്തിന്റെ സിംഹാസനവും സ്വർഗീയ അറിവിന് സക്രാരിയും ആ പ്രാർത്ഥനയും ഈശോയുടെ തിരുശരീരത്തോടേക്ക് വിലയേറിയ തിരുരക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോ അതിന് ശക്തി മക്കളെ നമുക്ക് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കൊക്കെ അതിശക്തമായി തന്നെ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തിരുരക്ത ജപമാല ഈ ജൂലൈ മാസത്തിൽ കർത്താവ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. എല്ലാ ദിവസവും അതിൽ പ്രാർത്ഥിക്കുക. അപ്പം തന്നെ അനേകം മക്കൾക്ക് പങ്കുവച്ചു കൊടുക്കുക. അപ്പം തന്നെ അച്ഛനോട് പറയുന്നത് നമ്മുടെ ശുശ്രൂഷ മുടങ്ങാതെ പോകണം. അതിനോട് അച്ഛനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ ശുശ്രൂഷ അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കണം. മാത്രമല്ല നമ്മുടെ ഇവിടെ ധ്യാനങ്ങൾ എല്ലാ മാസവും 2 ധ്യാനങ്ങളുണ്ട്. ശക്തീകരണ വിടുതൽ ധ്യാനം. കഴിഞ്ഞ ധ്യാനത്തിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം മക്കൾ വന്ന് പങ്കെടുത്തു. അവർക്കറിയാം, അവരൊക്കെ വലിയ അഭിഷേകത്തോടെ പറഞ്ഞു. കർത്താവിന്റെ ശക്തി പ്രകടമാക്കുന്ന, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന, വലിയ വിടുതലിന്റെ ശക്തി അനുഭവിക്കുന്ന വലിയ അഭിഷേകം കർത്താവ് ഇവിടെ വരുന്ന ഓരോ മക്കൾക്കും നൽകുന്നത് കാണുമ്പോ സ്വർഗം വിലമതിക്കുന്ന, സ്വർഗം മാനിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്, ശുശ്രൂഷയാണ്, മീഡിയയാണ്, മിനിസ്ട്രിയാണ് ഇതെന്നുള്ളത് വീണ്ടും വീണ്ടും കർത്താവ് ഉറപ്പിച്ചു തരും. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും, എത്രമാത്രം ക്ഷീണമുണ്ടെങ്കിലും, എന്തുമാത്രം അവസ്ഥയുണ്ടെങ്കിലും ഈ ശുശ്രൂഷ കർത്താവ് നയിക്കും. കർത്താവ് നയിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഇവിടെ മക്കളെ, ഈ ജൂലൈ മാസത്തിന്റെ അവസാനത്തെ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് അവരുടെ പഠന മേഖല, ജോലി മേഖല, ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ അനേക മക്കൾ ഇന്ന് കെട്ടപ്പെട്ട് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. പഠന മേഖലയിൽ ജോലി കിട്ടാതെ, വിവാഹം നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന അനേക മക്കൾ. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും, രോഗത്തിലായിരിക്കുന്ന മക്കള്, വേദനയിലായിരിക്കുന്ന മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, ചില സംഭവങ്ങൾ സംഭവിച്ചു, വഴിതെറ്റിപ്പോയി, അതിന്റെ ഓർമ്മകള്, അതിന്റെ മുറിവുകള്, അതിലൂടെ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി, അതിന്റെ കുറ്റബോധം, അങ്ങനെ വേദനിക്കുന്ന ഒത്തിരി മക്കൾ ഇന്ന് ഈ അവസാന ദിവസത്തില് നമ്മുടെ മക്കളെ, നമ്മുടെ അറിവുള്ള മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, അതോടൊപ്പം തന്നെ അച്ഛനോട് നമ്മുടെ യൂട്യൂബ് ചാനലില് കമന്റ് വഴി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട അനേക മക്കളുടെ എല്ലാ നിയോഗങ്ങളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകമാവിധം ഈ തിരുരക്തത്തിന്റെ ഈ മാസത്തിന്റെ അവസാന ദിനത്തില് നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. തിരുരക്തത്തിന്റെ ജപമാല പ്രത്യേകം എത്ര വട്ടം ആവർത്തിക്കാമോ അത്ര വട്ടം ആവർത്തിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുകയും നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ രക്ഷാകരമായ തിരുരക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ തിരുരക്ത ശക്തിയാൽ പൈശാചിക ശക്തികൾ, നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന ആത്മാക്കള്, സാധാരണ ശക്തികള്, അവരെ കെട്ടപ്പെട്ട കെട്ടുകള്, ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങള്, അവന്റെ ആധിപത്യങ്ങള്, അവന്റെ അവകാശങ്ങള് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തിന്റെ വിജയം, തിരുരക്തത്തിന്റെ വിജയ ആഘോഷം നമ്മുടെ മക്കൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പോരാ, ഈ തിരുരക്തത്തിന്റെ ശക്തമായ സംരക്ഷണത്തില് എന്നും നമ്മുടെ മക്കളെ ഒതുങ്ങി പിടിക്കണം. തിരുരക്തത്തിന്റെ കൊട്ടുകെട്ടിയുള്ള സംരക്ഷണം, തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന വിശുദ്ധി, തിരുരക്തത്താൽ സൗഖ്യമാക്കപ്പെടുന്ന വലിയ സൗഖ്യം, വലിയ വിടുതൽ, സ്വാതന്ത്ര്യം, ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കളുടെ തടസ്സങ്ങൾ മാറിപ്പോകാൻ, വിവാഹത്തിന് തടസ്സം, ജോലിയില്ലാതെ വേദനിക്കുന്ന എന്തുമാത്രം മക്കളെ വിദേശത്തൊക്കെ പോയിട്ട് ജോലി കിട്ടാതെ ഒത്തിരി വേദനിക്കുന്ന മക്കള്, പഠനത്തിൽ മുടങ്ങിപ്പോയ മക്കള്, പരീക്ഷ പലവട്ടം എഴുതിയിട്ടും ജയിക്കാത്ത മക്കള്, നമ്മുടെ മക്കൾ ജയിക്കണം. നമ്മുടെ മക്കൾ പഠിക്കണം. നമ്മുടെ മക്കള് ജോലി കിട്ടി അനുഗ്രഹിക്കപ്പെടണം. അന്തസ്സോടെ, അഭിഷേകത്തോടെ, കരുത്തോടെ, ജോലിയില്, ബിസിനസ്സില്, പഠനത്തില്, എല്ലാ പ്രവൃത്തിയിലും, എല്ലാ വ്യാപാരങ്ങളും നമ്മുടെ മക്കൾ മുന്നിട്ട് നിൽക്കണം. അവര് എക്സൽ ചെയ്യണം. ശക്തമായ പ്രകടനങ്ങൾ
ദൈവത്തിന്റെ ശക്തിയില്, പരിശുദ്ധാത്മ ശക്തിയില് നമ്മുടെ മക്കൾ മുന്നേറണം. തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്ന കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ശക്തിയും അവിടുന്ന് അതിനായി ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ രക്ഷാകര യോഗ്യതകളും നമ്മുടെ മക്കളിൽ നിറയപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നീ ആരാധനയെ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ ശക്തി ഇനി അങ്ങോട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി അവകാശപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്കിന്ന് ആരാധനയിലായിരിക്കാം. മക്കളെ, ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, തിരുരക്ത ജപമാല നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇത് സ്വന്തമാക്കണം, പ്രൊമോട്ട് ചെയ്യണം. അത്ഭുതങ്ങളുടെ പെരുമഴ നിങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വർഷിക്കപ്പെടുന്ന ശക്തമായ പ്രാർത്ഥനയാണ്, ജപമാലയാണ് ഈ പ്രാർത്ഥന. എന്നെ ഒത്തിരി സ്വാധീനിച്ചതോടെ ഞാൻ ആവർത്തിച്ച് പറയണം മക്കളെ, ഒത്തിരി സ്വാധീനിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കും അത് അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ വട്ടം പിടിച്ച് ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളെ എന്തുമാത്രമാ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ മക്കളെ അങ്ങ് എന്തുമാത്രമാ സ്നേഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താല് കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ തിരുമുറിവിനാല് എല്ലാ മുറിവും ഉണക്കി അങ്ങയുടെ സ്നേഹത്താൽ നിറച്ച് അങ്ങയുടെ കരുണയാൽ പൊതിഞ്ഞ് ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും ഞങ്ങളുടെ കുടുംബത്തോടും ലോകം മുഴുവനോടും അങ്ങ് കാണിക്കുന്ന വലിയ കരുണയോർത്ത്, സ്നേഹത്തെയോർത്ത്, ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ജൂലൈ മാസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തിയും അതിന്റെ സന്ദേശങ്ങളും ആ രക്ഷയും അനുഭവിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടയാക്കിയതിനോർത്ത് നന്ദി പറയുന്നു. തിരുരക്ത ജപമാലയുടെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കാൻ, സൗഖ്യം അനുഭവിക്കാൻ, വിടുതൽ അനുഭവിക്കുവാൻ, സംരക്ഷണം പ്രാപിക്കുവാൻ ഈശോയെ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇനി അങ്ങോട്ട് കർത്താവേ, തിരുരക്തത്തിന്റെ ശക്തമായ സംരക്ഷണത്തില്, ജീവന്റെ സമൃദ്ധിയില്, സൗഖ്യത്തില്, വിടുതലില് ഞങ്ങൾ ജീവിക്കാൻ ഇടയാകട്ടെ. ഇന്ന് കർത്താവേ, പ്രത്യേകമായ വിധത്തില് ഞങ്ങളുടെ മക്കളെല്ലാവരെയും ഞങ്ങൾ വട്ടം പിടിച്ച് വലിയ സ്നേഹത്തോടെ ചങ്ക് പറിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. പഠിക്കുന്ന മക്കള് എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ വേദനിക്കുന്ന, ജോലി തേടുന്ന മക്കള്, തടസ്സങ്ങൾ മാറി ഞങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടട്ടെ. നിരാശപ്പെട്ട് തകർക്കപ്പെട്ടിരിക്കുന്ന മക്കള് കർത്താവേ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹം നടക്കാത്ത മക്കള് വിവാഹം നടക്കട്ടെ. ജോലി മേഖലയില് നിങ്ങളുടെ പ്രതിസന്ധികള്, അതിന്റെ റിസ്കുകള്, ഉത്തരവാദിത്തങ്ങള് നിറവേറ്റാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, ഭയന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കൾ അങ്ങയുടെ ശക്തിയാൽ നിറയപ്പെടട്ടെ. ഞങ്ങളുടെ മക്കൾ എല്ലാത്തിലും ഉന്നതരാകട്ടെ. പഠനത്തില്, ജോലിയില്, ഉദ്യമങ്ങളില്, ബിസിനസ്സില് ഞങ്ങളുടെ മക്കൾ നല്ല ബിസിനസ്സിലേക്ക് പ്രവേശിക്കട്ടെ. ബിസിനസ് മേഖല ഞങ്ങളുടെ മക്കൾ ഏറ്റെടുക്കട്ടെ. അതിനുള്ള അഭിഷേകം, കരുത്ത്, കൃപ, ശക്തി എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, എടുത്തൊരു രക്തം കൊണ്ട് കോട്ട കെട്ടി ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം. സാത്താൻ ഞങ്ങളുടെ മക്കളെ തൊടാൻ പാടില്ല. അതുപോലെ യേശുവേ, അങ്ങേ രക്തത്താല് ഞങ്ങളുടെ മക്കളെ കഴുകി പൊതിഞ്ഞ് കോട്ട കെട്ടി സംരക്ഷിച്ച് പിടിക്കണം. സാത്താൻ ഏറ്റവും ഭയമുള്ള ആയുധമാണല്ലോ എന്റെ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധ രക്തം, ആ രക്തത്താല് ഞങ്ങളുടെ മക്കളെ കഴുകണേ, ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, ശരീരത്തെ സൗഖ്യപ്പെടുത്തണമേ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പകർന്നു കൊടുത്ത് ശുശ്രൂഷയെ പങ്കുചേരുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. അനേക മക്കള് അനുഗ്രഹിക്കപ്പെടാൻ ഇടയാക്കണമേ. അനേക മക്കൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിലൂടെ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും കർത്താവിന്റെ കൃപ കൊടുക്കുന്ന വലിയൊരു കൂട്ടായ്മ വളരാൻ ഇടയാക്കണമേ. ഈ ജൂലൈ മാസത്തെ ഓർത്ത് ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. ഓഗസ്റ്റ് മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ഒരുങ്ങിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്ന പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ
തിന്മയ്ക്കെതിരെ പോരാടുന്ന നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്തില് തിന്മയ്ക്കെതിരെ പോരാട്ടം അതിശക്തമാക്കാനും കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇവിടെ മക്കളെ നാളെ മുതല് പ്രത്യേകമാവിധത്തില് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്തില് തിന്മയ്ക്കെതിരെ പോരാട്ടം, ലോകത്തിൽ നടക്കുന്ന തിന്മയുടെ പോരാട്ടം വളരെ വലുതാണ്. ഫ്രീമേസൺസിന്റെ ശക്തമായ സാന്നിധ്യം, പിശാചിനെ ആരാധിക്കുന്ന ഇലുമിനാറ്റി ഗ്രൂപ്പുകളുടെ പൈശാചിക പ്രവൃത്തികൾ, അതിനെതിരെ ശക്തമായ ആയുധമാകുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും തിരുരക്തത്തിന്റെ ശക്തിയും കുരിശു മനഃശക്തിയും എല്ലാം അവകാശപ്പെട്ടുകൊണ്ട് നാളെ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ശക്തമായൊരു ശുശ്രൂഷ. ഇവിടെ മക്കളെ അച്ഛനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേ. വലിയ സന്തോഷമുണ്ട് മക്കളെ, ശുശ്രൂഷ ഇങ്ങനെ മുടങ്ങാതെ കർത്താവ് നയിക്കുന്നതിനെ ഓർത്ത്, അതിനുവേണ്ടി കർത്താവ് നൽകിയ അഭിഷേകത്തെ ഓർത്ത് അച്ഛനെ ഓർത്ത് നന്ദി പറഞ്ഞ് നിങ്ങൾ അച്ഛനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച മക്കളെ. കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ഇവിടെ ധ്യാനം കൂടി പോയ മക്കള്, ധ്യാനം കൂടാനിരിക്കുന്ന മക്കള്, നമ്മുടെ ദിവികാരുടെ പ്രദക്ഷിണങ്ങള്, യഹോവ ക്ഷമ, നമ്മുടെ വാഹനം യാത്രകള്, പിശാചിനുള്ള വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ കർത്താവേ ഞങ്ങളെ സജ്ജരാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വലിയൊരു കൂട്ടായ്മ വളരട്ടെ, തിന്മയ്ക്കെതിരെ പോരാടുന്ന ശക്തമായൊരു കൂട്ടായ്മ വളരട്ടെ, ശുശ്രൂഷകൾ ഉയരട്ടെ. കർത്താവേ വലിയ അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതങ്ങളെയും കാർമൽ ധ്യാന കേന്ദ്രത്തെയും മക്കളെല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വലിയ അഭിഷേകമായി, ശക്തിയായി, വിടുതലായി, ജീവന സമൃദ്ധിയായി അങ്ങനത്തെ രക്തമൊഴുക്കി കോട്ട കെട്ടി ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശ്വരാശീർവാദം സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ജൂലൈ മാസത്തിൽ അങ്ങ് ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തിരുരക്തത്തിന്റെ ശക്തമായ സംരക്ഷണം എന്നും സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. തിരുരക്ത ജപമാല അതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും ഇടയാക്കണമേ.